68 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്ക് ഓർഡർ നൽകിയെന്നായിരുന്നു ട്രംപിന്റെ പരാമർശം. എന്നാൽ 6 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്കാണ് ഇന്ത്യ കരാർ നൽകിയതെന്നും അവയെല്ലാം ഇന്ത്യൻ സൈന്യത്തിൽ ലഭിച്ചു കഴിഞ്ഞുവെന്നുമാണ് വിവരം. ഇന്ത്യ ഇനി ഉറ്റുനോക്കുന്നത് വിദേശ നിർമ്മിത അപ്പാച്ചയേക്കാൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന പ്രജറ്റ് ഹെലികോപ്റ്ററുകളെയാണ്. 2020 ഇന്ത്യൻ ആർമിക്കായി 6 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ വാങ്ങാനാണ് ഇന്ത്യ കരാർ ഒപ്പിട്ടത്. ഏകദേശം $930 മില്യൺ ഈ കരാർ പ്രകാരം 2025 ഡിസംബറോടെ 6 ഹെലികോപ്റ്ററുകളും ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു. ഇവ ജോധ്പൂർ ബേസിൽ വിന്യസിച്ചിട്ടുമുണ്ട്. അതേസമയം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന 156 പ്രജന്റ് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ തീരുമാനിച്ചിരുന്നു. ഇതിൽ 66 എണ്ണം വ്യോമസേനയ്ക്കുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച അറ്റാക്ക് ഹെലികോപ്റ്ററാണ് അപ്പാച്ചെ എങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ പറന്ന് യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ള പോരാളിയാണ് ഇന്ത്യയുടെ പ്രജന്റ്. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഇങ്ങനെയാണ്. അപ്പാച്ചയാണെങ്കിൽ പറക്കും ടാങ്ക് എന്നാണ് അപ്പാച്ചെ അറിയപ്പെടുന്നത്. ശത്രുക്കളുടെ ടാങ്കുകളെ തകർക്കാനും ഭീകരവാദ ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നാണ് ഇത് ഉപയോഗിക്കുന്നത്. ഹെൽഫയർ മിസൈലുകളാണ് ഇതിന്റെ കരുത്ത്. പ്രജന്റിനെ നോക്കുകയാണെങ്കിൽ മലനിരകളിലെ യുദ്ധത്തിനായാണ് ഇത് പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കാർഗിൽ യുദ്ധ സമയത്താണ് ഉയരമുള്ള മലനിരകളിൽ പറന്നു ചെന്ന് ശത്രുക്കളെ ആക്രമിക്കാൻ കെൽപ്പുള്ള ഒരു ഹെലികോപ്റ്ററിന്റെ കുറവ് ഇന്ത്യക്ക് അനുഭവപ്പെട്ടത്. ആ പാഠത്തിൽ നിന്നാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പ്രജന്റ് രൂപകൽപ്പന ചെയ്തത്. അപ്പാച്ചയാണെങ്കിൽ സമതലങ്ങളിലും മരുഭൂമികളിലും അപ്പാച്ചെ രാജാവാണ്. എന്നാൽ സിയാച്ചിൻ പോലുള്ള അതിശൈത്യമുള്ള ഉയരം കൂടിയ മലനിരകളിൽ പ്രവർത്തിക്കാൻ അപ്പാച്ചയ്ക്ക് പരിമിതികളുണ്ട്. വായുവിൽ നിന്ന് ഭൂമിയിലേക്ക് തൊടുക്കാവുന്ന ഹെൽഫയർ മിസൈലുകൾ, 70 mm ഹൈഡ്ര റോക്കറ്റുകൾ, സിംഗർ മിസൈലുകൾ എന്നിവയുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ആയുധങ്ങൾ പാക്കേജ് അപ്പാച്ചയിൽ വഹിക്കാൻ കഴിയും. 1200 റൗണ്ടുകളുള്ള 30 mm ചെയിൻ തോക്കും ഇതിൽ സജ്ജീകരിച്ചിരുന്നു. 360 ഡിഗ്രി കവറേജ് വാഗ്ദാനം ചെയ്യുന്ന ഫയർ കൺട്രോൾ റഡാറുകൾ ലോകത്തിലെ ഏക ആക്രമണ ഹെലികോപ്റ്ററാണ് അപ്പാച്ചെ എന്ന് ബോയിങ് പറയുന്നു. അതേസമയം പ്രജന്റ് സിയാച്ചിൻ ഗ്ലോസിയറിൽ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും സാധിക്കുന്ന ലോകത്തെ ഏക അറ്റാക്ക് ഹെലികോപ്റ്ററാണിതെന്നാണ് അവകാശവാദം. മുൻഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന 20 mm ടറന്റ് ഗൺ പൈലറ്റിന്റെ ഹെൽമെറ്റിന്റെ ചലനത്തിനനുസരിച്ച് ഈ തോക്ക് തിരിക്കാനും ലക്ഷ്യം ഭേദിക്കാനും കഴിയും. ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസ്ട്രെയിൻ മിസൈലുകളുണ്ട്. ഭാവിയിൽ ധ്രുവാസ്ത്ര പോലുള്ള ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകളും ഇതിൽ ഘടിപ്പിക്കും. അമേരിക്കൻ കമ്പനിയായ ബോയിങ് ആണ് അപ്പാച്ചയുടെ നിർമ്മാതാക്കൾ. അറ്റകുറ്റപ്പണികൾക്കും മറ്റും വിദേശ സഹായം ആവശ്യമായി വരുന്നു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കുന്നു. അറ്റകുറ്റപ്പണികൾ എളുപ്പമാണ്, ചെലവ് കുറവാണെന്നത് ഇന്ത്യൻ ആർമിക്ക് നിർണായകമാകുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.